ഒരു സാങ്കല്പിക കഥയിൽ ഇത് തികച്ചും യാഥാർത്ഥ്യമായ ഒരു പ്രണയ കഥയാണിത്. തിരുവനന്തപുരത്തെ ഹൃദയഭാഗത്ത് ജീവിച്ചിരുന്ന പഴമക്കാർക്കെല്ലാം അറിയാവുന്ന ഒരു കഥ. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപത്തിലെ ഇടവഴികളിൽ പണ്ട് തന്റെ പൊന്നു തമ്പുരാനെ കാത്തുനിന്ന പ്രണയിനിയെ തിരുവനന്തപുരത്തുള്ള പഴയ തലമുറയിലെ ചിലരെങ്കിലും ഓർക്കുന്നുണ്ടാകും. സുന്ദരി ചെല്ലമ്മ എന്ന നർത്തകിയും ഗായികയുമായ ആ മുത്തശ്ശി തന്റെ ജീവിതത്തിന്റെ ഭൂരിഭാഗവും തമ്പുരാനെ കാത്തു നിൽക്കുകയായിരുന്നു. പണ്ട് തനിക്ക് പട്ടും വളയും സമ്മാനിച്ച ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ മഹാരാജാവിനോടുള്ള പ്രണയം മൂത്ത് നാട്ടുകാരുടെ കണ്ണിൽ ബുദ്ധിസ്ഥിരതയില്ലാത്തവളായി മാറിയ ഒരു ജന്മം. ആ പ്രണയിനിയുടെ തമ്പുരാനെ തേടിയുള്ള അലച്ചിലിന്റെ ഓർമ്മകൾ ഇന്നും പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് ചുറ്റുമുള്ള ഇടവഴികളിലൂടെ പോകുമ്പോൾ നമ്മെ അലട്ടാറുണ്ട്. അവിടെയാണവർ തന്റെ തമ്പുരാനെ കാത്തുനിന്നത്. രാവിലെ അമ്പലത്തിലെത്തുന്ന തമ്പുരാനെ ഒരു നോക്ക് കണ്ട് അവിടെ നിന്നാണ് അവർ മടങ്ങിയത്. അവസാനം സ്വന്തം ജീവിതത്തിൽ നിന്ന് യാത്രയായതും ആ ഇടവഴിയിൽ വെച്ച് തന്നെ. ക്ഷേത്ര മതിലകവും കൽപ്പടികളും ക്ഷേത്ര വീതികളും അനന്തശായിയായ ആ ഭഗവാനും മൂകസാക്ഷിയായ ഏറെ പഴക്കമില്ലാത്ത ഒരു ദുരന്ത പ്രണയകഥയിലെ നായികയാണവർ. പച്ച നിറത്തിലുള്ള ബ്ലൗസും കസവിന്റെ സെറ്റുമുണ്ടും, രണ്ട് കൈകളിലും നിറയെ കുപ്പിവളകൾ, വിരലുകളിൽ വിളറിയ മോതിരങ്ങൾ, വെളുത്ത മുടി പൊക്കി ഒരു വശത്തായി കെട്ടിവെച്ച് അതിനു ചുറ്റും മുല്ലപ്പൂ ചൂടി, കഴുത്തു നിറയെ പല നിറങ്ങളിലുള്ള മുത്തുമാലകൾ, കാലിൽ നല്ല ശബ്ദമുള്ള പാദസരം, കയ്യിലൊരു ഭാണ്ഡകെട്ട്. ആരായാലും ഒന്ന് നോക്കും. അപ്പോൾ അവർ വിടർന്ന പല്ലുകൾ കാട്ടി ചിരിക്കും സന്തോഷത്തോടെ. പടുവാർദ്ധക്യത്തിലും സുന്ദരി തന്നെയായിരുന്നു അവർ. ഒരു തുണി ഭാണ്ഡവും വില കുറഞ്ഞതെങ്കിലും ഒത്തിരി കുപ്പിവളകളും മാലയും അണിഞ്ഞ് കസവ് നേരിയതുമൊടുത്ത് നടന്ന സുന്ദരി ചെല്ലമ്മ. തിരുവനന്തപുരത്തിന്റെ തെരുവുകളിലെ സങ്കടമായിരുന്നു അവർ. അവരെ അറിയുന്നവർക്ക് സഹതാപമായിരുന്നു, അറിയാത്തവർക്ക് കല്ലെറിയാൻ മാത്രമുള്ള ഭ്രാന്തായിരുന്നു. സംഗീത നൃത്ത അധ്യാപികയായിരുന്ന അതിസുന്ദരിയും വിദ്യാസമ്പന്നയുമായ ചെല്ലമ്മ ഒരിക്കൽ തന്റെ വിദ്യാർത്ഥികളെ അനുഗമിച്ച് സ്കൂൾ ഗേറ്റിന് മുന്നിൽ നിന്നിരുന്ന ചെല്ലമ്മ ശംഖുമുദ്രയുള്ള കാറിന്റെ ഉള്ളിലിരുന്ന് പോകുന്ന ചിത്തിര തിരുനാൾ മഹാരാജാവിനെ കാണുവാനിടവരുകയും തന്റെ കണ്ണുകൾ അദ്ദേഹത്തിൽ ഉടക്കിയതായി മനസ്സിലാക്കുകയും ചെയ്തു. അവരറിയാതെ അവരുടെ ഹൃദയത്തിൽ സുന്ദരനായ അദ്ദേഹം കയറിക്കൂടി. അദ്ദേഹത്തിനായി മാത്രം അവർ അണിഞ്ഞൊരുങ്ങി. ചുറ്റുമുള്ളതെല്ലാം മറന്നവർ സ്വപ്നങ്ങൾ കണ്ടു. എന്നാൽ ഒരിക്കൽ പോലും മഹാരാജാവ് ആ പ്രണയം അറിഞ്ഞിരുന്നേയില്ല. ചെല്ലമ്മയ്ക്ക് 21 തികഞ്ഞപ്പോഴായിരുന്നു ആ സുദിനം. തന്റെ സഹപ്രവർത്തകയായ ഭാനുമതി ടീച്ചർ ഒരു നാടകത്തിൽ അഭിനയിക്കാനായി ക്ഷണിക്കുകയുണ്ടായി. മഹാരാജാവായിരുന്നു ആ പരിപാടിയിലെ വിശിഷ്ടാതിഥി. സ്ത്രീകൾ നാടകം തുടങ്ങിയ അഭിനയവേദികളിൽ പ്രത്യക്ഷപ്പെടാൻ മടിക്കുന്ന കാലത്ത് അവർ മഹാരാജാവിന്റെ കൺമുന്നിൽ എത്തിപ്പെടാൻ വേണ്ടി മാത്രം അന്നവിടെ അവതരിക്കപ്പെട്ട ആ നാടകത്തിൽ അഭിനയിച്ചു. നാടകാനന്തരം വിശിഷ്ടാതിഥിയായിരുന്ന മഹാരാജാവ് കുട്ടികൾക്കും ടീച്ചർക്കും സമ്മാനങ്ങൾ നൽകി. ഒരു കസവ് നേരിയത് മഹാരാജാവിന്റെ കൈകൾ കൊണ്ട് ചെല്ലമ്മയ്ക്ക് കിട്ടി. ചെല്ലമ്മയ്ക്കത് വെറും സമ്മാനമായിരുന്നില്ല, തന്റെ പുടവക്കൊടയായിരുന്നു. അങ്ങനെ ചെല്ലമ്മ സ്വയം തമ്പുരാട്ടിയായി, പട്ടമഹിഷിയായി. ചെല്ലമ്മ അടിമുടി മാറുകയായിരുന്നു. മഹാരാജാവ് തന്നെ വേളി കഴിച്ചു എന്ന് സ്വയം അങ്ങ് സങ്കല്പിച്ചു. അവരുടെ പ്രണയം പരമോന്നതിയിലെത്തി അവസാനം ചെല്ലമ്മ ഭ്രാന്തി ചെല്ലമ്മയായി മാറി. എന്നിട്ടും അവർ തമ്പുരാനെ കാണാനായി അഭിമല വീഥികളിലും വഴിയോരങ്ങളിലും എത്തുമായിരുന്നു. ഭ്രാന്തിയായ അവരെ ക്ഷേത്രത്തിൽ നിന്ന് പോലും പുറത്താക്കി. ഒടുവിൽ അനന്തപുരിയുടെ പാദവക്കത്ത് പത്മനാഭന്റെ വടക്കേ നടയിൽ പത്മനാഭനെ നമസ്കരിച്ചതുപോലെ തണുത്തു വിറങ്ങലിച്ചു കിടന്ന സുന്ദരി ചെല്ലമ്മയുടെ ശരീരം. നാട്ടുകാർക്ക് അവർ ഭ്രാന്തിയായിരുന്നു. എന്നാൽ തന്റെ പ്രണയം സാക്ഷാത്കരിക്കാൻ കഴിയാത്ത ചെല്ലമ്മ ഇന്നും പത്മനാഭന്റെ മണ്ണിൽ സുന്ദരിയായി അണിഞ്ഞൊരുങ്ങി നടക്കുന്നു. അവരുടെ മുടിയിലെ മുല്ലപ്പൂവിന്റെ മണമെന്നും കാറ്റിൽ പരതി വീശുന്നു.